ഈ വർഷം ഒക്ടോബർ 31 വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വദേശാഭിമാനി സ്ഥാപകൻ്റെ 90-ാം ചരമദിനമാണ്. അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ 1986 സ്ഥാപിതമായ വക്കം മൗലവി ഫൗണ്ടേഷൻ ഒരു നവോത്ഥാന വാരാചരണ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും 2021-2022 സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും സ്വദേശാഭിമാനി വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവുമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ കോവിഡ് പ്രമാണിച്ചും സംസ്ഥാനത്തെ പ്രത്യേക കാലാവസ്ഥാ സാഹചര്യം അനുസരിച്ചും വളരെ ചെറിയ തോതിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിലും ഇതൊരു മഹത്തായ തുടക്കമാണ് ഈ വർഷത്തേതെന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് പ്രൊഫസർ വി.കെ. ദാമോദരൻ സാറിനെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. കാര്യപരിപാടി അനുസരിച്ച് ആദ്യം സ്വാഗത പ്രസംഗമാണ്. 1 മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് വക്കം മൗലവിയുടെ ഓർമ്മകൾ അനുസ്മരിക്കുവാൻ എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെയും സ്വദേശാഭിമാനി പത്രത്തിൻ്റെയും അതിൻ്റെ പത്രാധിപരായിരുന്ന സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെയും ഒക്കെ ചരിത്രപരമായ പ്രസക്തിയെക്കുറിച്ച് കേരളീയ സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുവാനും ഇവിടെ നടത്തിയിട്ടുള്ള പരിപാടികൾ കൊണ്ട് വക്കം മൗലവി പ്രതിനിധാനം ചെയ്ത അദ്ദേഹത്തിൻ്റെ ഊർജവും സമ്പത്തും വിനിയോഗിച്ച കർമ്മ പരിപാടികൾ കേരളീയ സമൂഹത്തിൽ പുനരുജ്ജീവിപ്പിക്കുവാനും സമൂഹത്തെ പ്രചോദിപ്പിക്കുവാനും ധാരാളമായി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ പരിശ്രമത്തിൻ്റെ പിന്നിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന രാഷ്ട്രീയ ഭീമാചാര്യനായിരുന്ന ശ്രീ EMS നമ്പൂതിരിപ്പാട്, ഈ ഫൗണ്ടേഷൻ 1986 രൂപമെടുക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ E.K. നായനാർ, അതിനുശേഷം നാടുകടത്തലിൻ്റെ വാർഷികം ആഘോഷിക്കുമ്പോഴും ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുടനീളവും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ശ്രീ V.S. അച്യുതാനന്ദൻ, ഈ ഫൗണ്ടേഷന് ആദ്യമായി ഗ്രാൻറ്റ് അനുവദിക്കുകയും ഈ ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ശ്രീ ഉമ്മൻചാണ്ടി, അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി, അതിനുശേഷം ഇപ്പോൾ അധികാരത്തിലിരിക്കുകയും ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ, അതുപോലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ ശ്രീ പ്രകാശ് കാരാട്ട്, ശ്രീ MM ഹസൻ, ഡോക്ടർ KN രാജ്, അസ്കർ അലി എഞ്ചിനീയർ, സർവേപ്പള്ളി രാധാകൃഷ്ണൻ ജൂനിയർ, സർവേപ്പള്ളി ഗോപാൽ, അതുപോലെ ഒട്ടനവധി മഹത്തുക്കൾ ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് ഇതിന് പിന്തുണ നൽകിയിട്ടുണ്ട്. ഞാൻ ആരുടെയും പേര് മനഃപൂർവ്വം വിട്ടുകളയുന്നതല്ല. സമയത്തിൻ്റെ കുറവ് കൊണ്ട് അത് വിശദീകരിക്കാൻ എനിക്കാവാത്തത് കൊണ്ടാണ്, എൻ്റെ കഴിവുകേടാണത്. അങ്ങനെയുള്ള എല്ലാ മഹത്തുക്കളെയും ഈ തരുണത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന കാര്യപരിപാടിയെക്കുറിച്ചും ഞാൻ ഒറ്റ വാക്കിൽ ചിലത് പറഞ്ഞു കഴിഞ്ഞു. എന്നിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം നിർവഹിക്കാനാണ് ഞാനിപ്പോൾ പരിശ്രമിക്കുന്നത്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് പ്രൊഫസർ V.K. ദാമോദരൻ സാറാണ്. അദ്ദേഹത്തെ നിങ്ങൾക്കൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ആദ്യകാല പ്രസിഡൻറ്റ് ആയിരുന്നു. ഒരു വലിയ ശാസ്ത്ര പ്രതിഭ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന ഒരു എനർജി മാനേജ്മെൻറ്റ് വിദഗ്ധനും
എനർജി കൺസൾട്ടൻറ്റുമാണ്. ഭാരതത്തിൽ മാത്രമല്ല, ആഫ്രിക്കയിലും ചൈനയിലും ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിലും ഒരു ഊർജത്തെ അന്വേഷിക്കുന്ന, പുതിയ ഊർജത്തെ സമൂഹത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു ദൈക്ഷണിക വ്യക്തിത്വമാണ് പ്രൊഫസർ ദാമോദരൻ സാറിൻ്റേത്. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. ഒരു ഇൻ്റർ ഡിസിപ്ലിനേറിയൻ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സാമൂഹ്യ ശാസ്ത്രത്തിലും ഭൗതിക ശാസ്ത്രത്തിലും എൻജിനീയറിങ്ങിലും ഒക്കെ നിഷ്ണാതനായ വിദഗ്ധനായ പ്രൊഫസർ വി കെ ദാമോദരൻ സാറിനെ ഞാൻ ഏറ്റവും വിനയത്തോടെ സ്നേഹാദരപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ശ്രീ എ സുഹൈർ അവറുകളാണ്. വക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവിയുടെ മഹിതമായ പാരമ്പര്യത്തിൽ ഊന്നിയ ജീവിതം നയിക്കുന്ന വക്കം മൗലവിയുടെ ചെറുമകനാണ് എൻജിനീയർ എ സുഹൈർ അവറുകൾ. അദ്ദേഹത്തിൻ്റെ പിതാവും മലയാള സാഹിത്യരംഗത്ത്, വൈജ്ഞാനിക സാഹിത്യരംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ച വക്കം അബ്ദുൽ ഖാദറാണ്. പത്രപ്രവർത്തന രംഗത്തും മറ്റ് നിരവധി വിജ്ഞാനകോശ നിർമ്മാണങ്ങളിലും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളിൽ സംഭാവനകൾ അർപ്പിച്ച അദ്ദേഹത്തിൻ്റെ മകനാണ് വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ബഹുമാന്യനായ എ സുഹൈർ അവറുകൾ. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഔപചാരികതയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം അസംബ്ലിയിൽ ബില്ലിൻ്റെ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഏതു സമയത്തും അദ്ദേഹം ഇവിടെ എത്തിച്ചേരാം. ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കർമ്മരംഗം ആലപ്പുഴ ജില്ലയാണ്. അദ്ദേഹം ഒരു അപൂർവമായ മനുഷ്യസ്നേഹിയാണ്. കാരണം ആലപ്പുഴ ജില്ലയിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്ന രോഗികൾക്കും അശരണർക്കും പാവപ്പെട്ടവർക്കും അദ്ദേഹത്തിൻ്റെ ചെറിയ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടം മുതൽ അദ്ദേഹം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ വരെ, അടുത്ത കാലം വരെ അദ്ദേഹം അവരുടെ ഉന്നമനത്തിനായി വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബ സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും പറമ്പും അദ്ദേഹം ഇപ്പോഴും മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ സേവന കാലഘട്ടം കഴിഞ്ഞ് അതൊരു പാലിയേറ്റീവ് കെയർ സെൻ്ററായി പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി കുടുംബാംഗങ്ങൾക്കാർക്കും നൽകാതെ അദ്ദേഹം ആ സ്വത്ത് ഒരു ട്രസ്റ്റിൻ്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ട് മാതൃക കാട്ടിയ ഒരു മഹാമനുഷ്യസ്നേഹിയാണ്. കേരളത്തിൻ്റെ മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ സജി ചെറിയാൻ അവറുകളെ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഇവിടെ ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും വിനയത്തോടെ, ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി വിഖ്യാത ചലച്ചിത്രകാരൻ, മലയാളത്തെ, കേരളത്തെ ആഗോള പ്രശസ്തിയുടെ ഉത്തുംഗ ശൃംഗങ്ങളിലെത്തിച്ച മഹാനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. അദ്ദേഹത്തെ നമുക്കൊരു ചടങ്ങിന് കിട്ടിയത് മഹാഭാഗ്യമായി കരുതുകയാണ്. അഭിജാതമായ പാരമ്പര്യത്തിൻ്റെ ഉടമയായ അദ്ദേഹത്തിൻ്റെ സംഭാവനകളെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ കൂടുതൽ നീളുന്ന ഒരു പ്രഭാഷണമായിരിക്കും നാം ചെയ്യേണ്ടി വരുന്ന. എല്ലാ രംഗത്തും അദ്ദേഹം കൈവച്ച രംഗങ്ങളിലൊക്കെ ഏറ്റവും ഉന്നതമായ സ്ഥാനം നിലനിർത്തുന്ന അടൂർ സാറിനെ ഏറ്റവും വിനയത്തോടെ വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നത് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് ഭാഷയുടെയും കനേഡിയൻ സ്റ്റഡീസിൻ്റെയും ഡയറക്ടറായിരുന്ന ഡോക്ടർ ജമീല ബീഗം മാഡമാണ്.
അന്തർദേശീയ തലത്തിലും ദേശീയ തലത്തിലും ഒരു വലിയ ശിഷ്യസമ്പത്ത് ഉള്ള, അവർ കൈകാര്യം ചെയ്യുന്ന മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ ജമീല ബീഗം ഈ ഫൗണ്ടേഷൻ്റെ ഒരു ഭാഗമാണ്. ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവരൊരു പ്രചോദനമാണ്. എക്കാലവും ഞാൻ മാഡത്തെ ഏറ്റവും ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുകയാണെന്ന്. ഈ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഊർജം നൽകുന്ന ഫൗണ്ടേഷൻ്റെ 3 ബന്ധുക്കളെ ഇവിടെ ആദരിക്കപ്പെടുകയാണ്. ഒന്ന് ഡോക്ടർ ജെ പ്രഭാഷ് സാറാണ്. കേരള സർവകലാശാലയുടെ പ്രൊവൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ട് ഉണ്ട് എന്നുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷനുമായിട്ടുള്ള ബന്ധം. ഈ ഫൗണ്ടേഷൻ്റെ ദീർഘകാലം പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ എൻ ഇ കരീം സാറിൻ്റെ ഒരു സന്തത സഹചാരിയാണ് പ്രഭാഷ് സാർ. അദ്ദേഹം രാഷ്ട്രമീമാംസയിലാണ് അദ്ദേഹത്തിൻ്റെ അധ്യാപനമെങ്കിലും അദ്ദേഹം മികച്ച പ്രഭാഷകനാണ്, മികച്ച ഗ്രന്ഥകാരനാണ്, മികച്ച രാഷ്ട്രതന്ത്രജ്ഞനുമാണ്. കാരണം നമ്മൾ സെഫോളജി എന്ന് പറയുന്ന ഈ ഇലക്ഷൻ പ്രവചനം ഈ മലയാളത്തിൽ കൊണ്ടുവന്നത്, കേരളത്തിൽ കൊണ്ടുവന്നതും ചാനൽ ചർച്ചകൾക്ക് വിധേയമാക്കിയതൊക്കെ പ്രഭാഷ് സാറിൻ്റെ ആദ്യകാലത്തെ പ്രഭാഷ് സാറിൻ്റെ സംഭാവനകളിൽപ്പെടും. അത് ചിലപ്പോൾ നമ്മളൊക്കെ തന്നെ മറന്നുപോയിട്ടുണ്ടാവും. പുതിയ സെഫോളജിസ്റ്റുകളൊക്കെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞു. പ്രഭാഷ് സാർ ഈ ഫൗണ്ടേഷനുമായി ആദ്യന്തം ബന്ധം പുലർത്തുന്ന മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തെക്കാൾ ഞങ്ങളാണ് അക്കാര്യത്തിൽ ആഹ്ലാദിക്കുന്നത്. നമുക്കതിൽ വലിയ ആഹ്ലാദമുണ്ട്. ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ പ്രഭാഷ് സാറിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു പുരസ്കാരം ലഭിച്ചു എന്ന ആ അഭിമാനം രേഖപ്പെടുത്തുന്നതിനാണ് അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നത്. അടുത്തത് ശ്രീ പള്ളിയറ ശ്രീധരൻ സാറാണ്. ബാലസാഹിത്യ രംഗത്ത് മികവുറ്റ സംഭാവനകൾ നൽകിയ, നിങ്ങൾ ഒരുപക്ഷെ ബാലസാഹിത്യം എന്ന് പറയുമ്പോൾ ജനറലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. കടുകട്ടിയായ ഗണിതം, അത് പഠിക്കാൻ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ പലരും ഗണിതം പേടിച്ച് സ്കൂളിൽ പോകാതിരുന്ന കഥകൾ വരെയുണ്ട്. പക്ഷേ 150 ഗ്രന്ഥങ്ങൾ ഗണിതത്തെ ഉപജീവിച്ച് ബാലസാഹിത്യ രംഗത്ത് രചിച്ചെന്ന് പറഞ്ഞാൽ അതൊരു സർവ്വലോക റെക്കോർഡാണ്. പല അക്കാദമികളും പല മറ്റ് സംഘടനകളും ഒക്കെ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ഈ 150 പുസ്തകങ്ങൾ രചിച്ച ഫൗണ്ടേഷൻ്റെ ഈ ബന്ധുവിനെ ആദരിക്കുന്നതിലൂടെ ഫൗണ്ടേഷൻ കുറച്ചുകൂടി മഹോന്നതമായ പദവിയിലെത്തും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഗണിതശാസ്ത്ര രംഗത്ത് മികവുറ്റ സംഭാവനകൾ നൽകിയ, ഗണിതം കേന്ദ്രമാക്കി ബാലസാഹിത്യ രചനാ രംഗത്ത് 150 പുസ്തകങ്ങൾ പൂർത്തിയാക്കിയ ബഹുമാനപ്പെട്ട പള്ളിയറ ശ്രീധരൻ മാഷിനെ ഞാൻ ഈ ചടങ്ങിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ജി.പി. കൃഷ്ണമോഹൻ ബസേലിയസ് കോളേജിലെ രസതന്ത്ര വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം വളരെ ചെറുപ്പക്കാരനാണ്. ഫൗണ്ടേഷൻ്റെ ചെയർമാൻ്റെ സഹോദരൻ കൂടിയായിരുന്ന സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ഒമാനിൽ പ്രൊഫസറായിരിക്കെ അകാലത്തിൽ നിര്യാതനായ ഡോക്ടർ ഹിഷാം അബ്ദുൽ ഖാദറിൻ്റെ സ്മരണകൾക്ക് വേണ്ടി നമ്മളിവിടെ പല ചടങ്ങുകളും സ്മരണകൾ നിർത്താനായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹിഷാമിൻ്റെ ഒരു വലിയ വത്സല ശിഷ്യനാണ് ഡോക്ടർ കൃഷ്ണമോഹൻ. നേരിട്ട് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗൈഡൻസിലും അദ്ദേഹത്തിൻ്റെ സഹായത്തിലുമാണ് ഡോക്ടർ കൃഷ്ണമോഹൻ വിദേശ സർവകലാശാലകളിൽ ഗവേഷകനായതും അവിടുന്ന് PhD സമ്പാദിച്ചതുമൊക്കെ എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണമോഹൻ അടുത്ത കാലത്ത് കമ്പ്യൂട്ടർ രംഗത്ത് ഒരു സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ചു. അദ്ദേഹം അത് സമർപ്പിച്ചത് തൻ്റെ മൺമറഞ്ഞു പോയ ഗുരുനാഥൻ
ഡോക്ടർ ഹിഷാം അബ്ദുൽ ഖാദറിനാണ്. അത് റിലീസ് ചെയ്തുകൊണ്ട് അദ്ദേഹം വലിയൊരു സമർപ്പണമാണ് നടത്തിയത്. കൃഷ്ണമോഹൻ ഫൗണ്ടേഷൻ്റെ ഇനി വരാനിരിക്കുന്ന കാലത്തെ, കഴിഞ്ഞുപോയ കാലത്തെയൊക്കെ ഒരു ആത്മബന്ധുവാണ്. അദ്ദേഹത്തെ നിന്ന് ഒരുപാട് സംഭാവനകൾ കേരളത്തിനും ശാസ്ത്രത്തിനും ലഭിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. ശ്രീ ഡോക്ടർ ജി.പി. കൃഷ്ണമോഹനെ ആദരപൂർവ്വം ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കുമാരി വിശ്വലക്ഷ്മിയാണ് ഇവിടെ നന്ദി പ്രകാശനം നിർവഹിക്കുന്നത്. വിശ്വലക്ഷ്മി സ്വദേശാഭിമാനി യങ് ജേർണലിസ്റ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് വക്കം മൗലവി ഫൗണ്ടേഷന് ഒരു ആം ഉണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കുമാരി വിശ്വലക്ഷ്മിയാണ്. ഭാവിയുടെ വാഗ്ദാനമാണ് കുമാരി വിശ്വലക്ഷ്മി. വിശ്വലക്ഷ്മി വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകളിലായിരുന്നെങ്കിൽ പോലും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏറ്റവും സ്നേഹത്തോടെ വിശ്വലക്ഷ്മിയെ ഞാൻ ഇവിടെ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളായ നിങ്ങളെയാണ് ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യേണ്ടത്. ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യേണ്ട മഹത്തുക്കളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു വലിയ വ്യായാമത്തിലേക്കായിരിക്കും പോവുക. അതുകൊണ്ട് നിങ്ങളെയെല്ലാം ഞാൻ പേരെടുത്ത് സ്വാഗതം ചെയ്തതായി കരുതണമേ എന്ന അപേക്ഷയോടെ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. ഫൗണ്ടേഷൻ്റെ ഒരുപാട് ബന്ധുക്കളുണ്ട്. ഫൗണ്ടേഷൻ കുടുംബത്തിലെ അംഗങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിയും എത്തിച്ചേരും. നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ആമുഖ പ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട വക്കം മൗലവി ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ എ സുഹൈർ അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സാർ, ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ട്രസ്റ്റ് പ്രസിഡൻറ്റ് പ്രൊഫസർ വി കെ ദാമോദരൻ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തികളെ, ഇത് ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണ്. വളരെ നാളുകൾക്ക് ശേഷം നാം വീണ്ടും കൂടുകയാണ്. കോവിഡ് എന്ന പാൻഡമിക് ലോകം മുഴുക്കെ സ്തംഭിപ്പിച്ച് അതിൻ്റെ ജൈത്രയാത്ര തുടരുന്ന ഈ വേളയിൽ അതിന് ഒരു വിരാമം എന്ന പോലെ, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമെന്നതുപോലെ കോവിഡ് പ്രോട്ടോക്കോളുകൾ തന്നെ പാലിച്ചുകൊണ്ട് നാം ഇന്നിവിടെ കൂടിയിരിക്കുകയാണ്. സ്വദേശാഭിമാനി, വക്കം മൗലവി, രാമകൃഷ്ണപിള്ള, ഇതെല്ലാം നമ്മുടെ മനോമുകുരത്തിൽ ഉദിച്ചുയർന്നു നിൽക്കുന്ന താരകങ്ങളാണ്. ഇന്ന് സ്വദേശാഭിമാനി വെബ് പോർട്ടൽ ലോഞ്ചിങ് അതും ഇന്ന് ഈ അവസരത്തിൽ നടക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ദേശീയ ബോധം ഒട്ടും വികാസം പ്രാപിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ 1905 ജനുവരി 19 വക്കം അബ്ദുൽ ഖാദർ മൗലവി പൊതുരംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. സ്വദേശാഭിമാനി എന്ന പ്രോജ്വലമായ നാമത്തിൽ ഒരു വർത്തമാന പത്രം തുടങ്ങിക്കൊണ്ട് അദ്ദേഹം തൻ്റെ പൊതുജീവിതത്തിലോട്ട് കടക്കുകയാണ്. ആശയവിനിമയത്തിന് അദ്ദേഹം കണ്ട മാർഗം സമൂഹവുമായിട്ടുള്ള പത്രപ്രവർത്തനം ആയിരുന്നു. സമൂഹത്തെ പരിവർത്തിക്കാൻ അറിവിൻ്റെ തിരമാലകൾ, അതിൽ കൂടെ മാത്രമേ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. പത്രപ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ഒരു വഴിത്താരയായിരുന്നു. രാഷ്ട്രീയ അധികാരം ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ രാജകുടുംബത്തിൽ അധിഷ്ഠിതമായിരുന്ന ഒരു കാലത്ത് അഴിമതിയും അധർമ്മങ്ങളും അനീതികളും കൊടികുത്തി വാഴ്ന്നിരുന്ന ഒരു കാലത്ത് പത്രങ്ങൾ അതിനെ പ്രതിഫലിപ്പിക്കാതെ നിശബ്ദത പാലിച്ചിരുന്ന ഒരു കാലത്ത് പൗരാവകാശങ്ങളും പൗരസ്വാതന്ത്ര്യവും ഉയർത്തുവാനും സദ്ഭരണത്തിന് കാഹളം മുഴക്കുവാനുമായാണ് അദ്ദേഹം
സ്വദേശാഭിമാനി എന്ന പത്രത്തിനെ വിഭാവന ചെയ്തത്. സ്വദേശാഭിമാനി എഴുത്തുകളിലൂടെ അഴിമതിക്കും ദുർഭരണത്തിനും എതിരെ ശക്തമായ ചാട്ടവാറടിയേറ്റ് ഭരണകൂടം ഈ പത്രത്തിനെ അമർച്ച ചെയ്യാനും പ്രസ്സും പത്രവും കണ്ടുകെട്ടി അന്നത്തെ രണ്ടാമത്തെ പത്രാധിപരായിരുന്ന രാമകൃഷ്ണപിള്ളയെ നാടുകടത്തുവാനും തീരുമാനിച്ചു. സ്വദേശാഭിമാനിയുടെ ചരിത്രം ഈ രാജ്യത്തെ പത്രപ്രവർത്തന ചരിത്രത്തിൽ ഒരു സുവർണ ഏട് ആണ് എന്നുള്ളത് എല്ലാവർക്കും, പ്രത്യേകിച്ച് മാധ്യമ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയുന്ന ഒരു കാര്യമാണ്. സ്വദേശാഭിമാനി പത്രം കെ രാമകൃഷ്ണപിള്ളയുടേതാണെന്നും അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ പത്രാധിപരാണെന്നും എന്നുമാണ് നമ്മളിൽ ഏറെ പേരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ അത് ശരിയല്ല. വക്കം എന്ന ഗ്രാമത്തിൽ ജനിച്ച എം മുഹമ്മദ് അബ്ദുൽ ഖാദർ എന്ന വക്കം മൗലവിയായിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനും ഉടമയും മാനേജിംഗ് എഡിറ്ററും ഒക്കെ ആയിരുന്നു. പത്രത്തിൻ്റെ ആദ്യത്തെ പത്രാധിപർ ചിറയൻകീഴ് CP ഗോവിന്ദപിള്ളയായിരുന്നു. അദ്ദേഹം ഒരു വർഷം കഴിഞ്ഞ് ആ ജോലി ഉപേക്ഷിച്ച് പോയപ്പോൾ വക്കം മൗലവി കണ്ടെത്തിയ ധീരനായ പത്രാധിപരായിരുന്നു രാമകൃഷ്ണപിള്ള. കുടുംബപരമായി ആർജിച്ച വമ്പിച്ച സ്വത്ത് പൂർണ്ണമായും മുടക്കിയാണ് വക്കം മൗലവി ഈ പത്രം സ്ഥാപിക്കുകയും അതിൽ കൂടെ തൻ്റെ കർമ്മമണ്ഡലം കണ്ടെത്തുകയും ചെയ്തത്. ഈ പ്രവർത്തനങ്ങളിൽ കൂടി വക്കം മൗലവി അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം മുഴുക്കെ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. അത്തരം ഓർമ്മകൾ ഉണർത്തുന്ന ഒരു പത്രത്തിൻ്റെ ചരിത്രം കൂടി നാം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുന്നത് നന്നായിരിക്കും. വക്കം മൗലവി ഫൗണ്ടേഷൻ നിലവിൽ വന്ന ശേഷം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പ്രതികൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ശേഖരിച്ചിരുന്ന പത്രത്തിൻ്റെ കോപ്പികളെല്ലാം അവിടുത്തെ വൈസ് ചാൻസലർ തന്നെ വക്കം മൗലവി ഫൗണ്ടേഷന് ഒരു ഗിഫ്റ്റായി നൽകുകയുണ്ടായി. ഇന്നത്തെ യോഗത്തിലെ ഒരു പ്രധാന സംഗതി, ഈ സ്വദേശാഭിമാനി പത്രം ഒരു നൂറ്റാണ്ടുകൾക്ക് പുറകിലോട്ട് നടക്കുമ്പോൾ അന്നത്തെ സമൂഹം, അന്നത്തെ സൊസൈറ്റിയുടെ ഒരു നിറകാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാജഭരണകാലത്ത് ഗവേണൻസ്, അധികാരപ്രമത്തത, അന്നത്തെ സമൂഹത്തിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. നവോത്ഥാന കാലഘട്ടം കേരളം കടന്നുപോയ വഴിത്താരകൾ വളരെ ദുർഘടമായിരുന്നു. നവോത്ഥാന നായകന്മാരുടെ ശ്രമഫലമായി കൊണ്ടാണ് ഈ കേരളത്തെ മാറ്റിമറിച്ചെടുക്കാൻ സാധിച്ചത്, പുരോഗമനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ സാധിച്ചത്. അങ്ങനെ ആ നവോത്ഥാന കാലഘട്ടത്തിൽ ഒരു പ്രമുഖ പങ്ക് വഹിച്ച ഒരു പത്രവും പത്രാധിപരും പത്രം ഉടമയുമാണ് സ്വദേശാഭിമാനിയും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയും വക്കം മൗലവിയും എല്ലാം. തീർച്ചയായും മാധ്യമ വിദ്യാർത്ഥികൾക്കും പത്രപ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും എല്ലാം എന്തായിരുന്നു സ്വദേശാഭിമാനി, അതിൻ്റെ കണ്ടൻസ് എന്തായിരുന്നു, അതെന്താണ് പ്രതിപാദിച്ചിരുന്നത്, എന്ത് വിഷയങ്ങളാണ് അത് കൈകാര്യം ചെയ്തിരുന്നത്, അതിൻ്റെ ഭാഷ എങ്ങനെയായിരുന്നു, എന്തെല്ലാം വാർത്തകളാണ് കൊടുത്തിരുന്നത്, ഇതെല്ലാം മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളാണ്. അതെല്ലാം കൺമുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വക്കം മൗലവി ഫൗണ്ടേഷൻ ഏറ്റെടുത്ത ഒരു ഡിജിറ്റലൈസേഷൻ പ്രോജക്റ്റിൻ്റെ ഫലമായി സ്വദേശാഭിമാനിയിലുള്ള എല്ലാ കണ്ടൻസും പബ്ലിക് ഡൊമൈനിലോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ അതിൻ്റെ മുഖപ്രസംഗങ്ങളെല്ലാം ഇന്ന് ലഭ്യമാണ്. രസകരമാണ് വായിച്ചു പോകുന്നത്. അന്നത്തെ വാർത്തകൾ രസകരമാണ്, പരസ്യങ്ങൾ രസകരമാണ്. 100 വർഷങ്ങൾക്ക് മുമ്പുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുന്നു ഈ പോർട്ടൽ. ഇതിൻ്റെ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. സമയമെടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കണ്ട് ഇത് ആസ്വദിക്കണം, മനസ്സിലാക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഞങ്ങൾക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഈ വെബ് പോർട്ടൽ എല്ലാവർക്കും പ്രയോജനകരമാകും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇന്ന് മീറ്റിംഗ് ദീർഘിപ്പിച്ചു പോകാതിരിക്കാൻ വേണ്ടി സംസാരം കുറയ്ക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
അധ്യക്ഷ പ്രസംഗത്തിനായി ഫൗണ്ടേഷൻ്റെ ആദരണീയനായ പ്രസിഡൻറ്റ് പ്രൊഫസർ വി കെ ദാമോദരൻ അവരുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഈ വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ യഥാർത്ഥ തൂണുകൾ, ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന പരിപാടി ഈ ആഴ്ചയിൽ ഇന്ന് മുതൽക്ക് നാളെയും മറ്റന്നാളുമായിട്ട് 5 ദിവസങ്ങളോളം വിവിധ വിഷയങ്ങളിലുള്ള കാലികമായിട്ടുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് ഉള്ള പ്രഭാഷണങ്ങളാണ്. വക്കം മൗലവിയെക്കുറിച്ചോ ഫൗണ്ടേഷനെക്കുറിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഇവിടെ നിങ്ങളാരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം എനിക്ക് നന്നായി അറിയാം. അതിന് ഞാൻ മുതിരുന്നുമില്ല. ഒരു കാര്യം മാത്രം നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ട് ഈ കോവിഡ് മുഴുവനും കെട്ടടങ്ങിയില്ലെങ്കിൽ പോലും ഇത്തരത്തിൽ തിരക്ക് പിടിച്ച് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കോവിഡ് മൂർച്ഛിപ്പിച്ച ഒരു സാംസ്കാരിക പ്രതിസന്ധി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കോവിഡ് ആരംഭിച്ച കാലത്ത് തന്നെ ഒട്ടേറെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ച ഒന്ന്, മൊത്തത്തിൽ ജീവൻ, ജീവിതവൃത്തി, വിദ്യാഭ്യാസം, ഈ 3 മേഖലകളെ അടിമുടി മാറ്റാൻ, ഈ ഓരോന്നിനെയും ഇന്ന് വരെ ലോകം കണ്ടില്ലാത്ത പ്രതിസന്ധികളിലേക്ക് നീക്കാൻ കഴിവുള്ള ഒരു ശക്തിയാണ് ഇത് എന്ന് തിരിച്ചറിയാമായിരുന്നുവെങ്കിലും അന്ന് ആദ്യകാലത്ത് തന്നെ ഉണ്ടായിരുന്ന, അതായത് 2019 ഏപ്രിലിൽ തന്നെ വിദഗ്ധരിൽ നിന്ന് വന്നിട്ടുള്ളൊരു നിർദ്ദേശം, ഈ കാലയളവിൽ ഒട്ടേറെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കും, ക്രൈംസ് വർദ്ധിക്കും. അത് മനുഷ്യരുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് അതുണ്ടാവുക എന്നുള്ളതെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ പൊതുവേദികളിലൊന്നും തന്നെ ഈ വിഷയം അധികമായിട്ട് ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇത് വളരെ പ്രസക്തമാണ് എന്ന് ഇന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ഇന്നലെ വരെ ഇല്ലാതിരുന്ന തരത്തിലുള്ള ഒട്ടേറെ ക്രൈമുകൾ നമ്മൾ ഇന്ന് ദിവസവും പത്രങ്ങളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും കേരളത്തിൻ്റെ മനസാക്ഷി ഈ രീതിയിലേക്ക് പോയിട്ടില്ല. ഇത്തരത്തിലുള്ള സാംസ്കാരികമായ പ്രതിസന്ധികൾ വരുമ്പോൾ ആണ് യഥാർത്ഥത്തിൽ മനുഷ്യസ്നേഹികളായിട്ടുള്ള തത്വചിന്തകന്മാർ, സാമൂഹ്യ പ്രവർത്തകരൊക്കെ തന്നെ രംഗത്തിറങ്ങി ഒട്ടേറെ പ്രവർത്തനങ്ങൾ നയിക്കുന്നതും ആളുകളെ ഏത് വഴിയിലേക്ക് പോകണം, ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം എന്നൊക്കെ നിർദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് അന്നത്തെ കാലത്ത് വക്കം മൗലവിയിൽ നിന്ന്, ശ്രീനാരായണ ഗുരുവിൽ നിന്ന്, അയ്യങ്കാളിയിൽ നിന്ന്, ഇങ്ങനെ ഇതുപോലെയുള്ള ഒട്ടേറെ സാമൂഹ്യ സമൂഹ നേതാക്കന്മാർ അവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം, എങ്ങോട്ട് നോക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് ഒരു പുനർവായന ആവശ്യമായിരിക്കുന്നൊരു കാലഘട്ടമാണിത്. പലപ്പോഴും അത്തരത്തിലുള്ള ഒരു പുനർവായനയിലൂടെ നമുക്ക് ഉരുത്തിരിഞ്ഞ് കിട്ടുന്ന അപൂർവം ചില ശകലങ്ങളെങ്കിലും നമുക്ക് ഇനിയങ്ങോട്ടുള്ള നമ്മുടെ സാമൂഹ്യ ജീവിതവും നമ്മുടെ തൊഴിൽ ജീവിതവും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇത്തരത്തിൽ ഉള്ള ഒരു പുതിയ മാർഗനിർദ്ദേശം ആവശ്യമാണ്. അതിനുള്ളൊരു തുടക്കമാകട്ടെ, ആയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ പ്രഭാഷണ പരമ്പരയൊക്കെ തന്നെ ഇന്നിവിടെ ഇനിയും ഒട്ടേറെ പേർ സംസാരിക്കാനുണ്ട്. അധികം നേരം നമ്മളിവിടെ ഇരിക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല, ഞങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് നന്ദി. സ്വദേശാഭിമാനി വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനമാണ് അടുത്തത്.
വിഖ്യാത ചലച്ചിത്രകാരൻ അഭിവന്ദ്യനായ ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാർ ആ കർമ്മം ഇപ്പോൾ ഇവിടെ നിർവഹിക്കുകയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, വളരെ നമുക്ക് നാട്ടിലെല്ലാവർക്കും പരക്കെ അറിയാം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ. പക്ഷെ വളരെ അധികം പേർക്കൊന്നും അറിഞ്ഞൂടാ വക്കം മൗലവിയെ എന്നുള്ളത് സത്യമാണ്. കാരണം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള, അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സ്വദേശാഭിമാനി എന്നുള്ള വിശേഷണത്തോടുകൂടി വരാൻ കാരണം സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം വക്കം മൗലവി 5 തെങ്ങ് എന്ന സ്ഥലത്ത് ശരിയായ നാട്ടിൻപുറത്ത് വെച്ച് അന്ന് ആരംഭിച്ച 1905 1905 1805 805 905 തന്നെയാണ്. തെറ്റ് സംശയമായി. 1905 ആരംഭിച്ച് ഗോവിന്ദപിള്ള എന്ന് പറയുന്ന ഒരു പത്രാധിപർ ആയിരുന്നു അന്ന് അത് പത്രത്തിൻ്റെ ചുമതല. അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ അവിടെ നിന്ന് മാറ്റി അതിനുശേഷം പിന്നെയും മാറ്റിയാണ് അവസാനം കുറേ കാലമാണ് തിരുവനന്തപുരത്തേക്ക് അത് മാറ്റിയത്. ചുരുക്കത്തിൽ കൃത്യമായും 10 വർഷം മാത്രമാണ് ശരിക്കും സ്വദേശാഭിമാനി എന്ന് പറഞ്ഞ പത്രം നിലവിലിരുന്നത്, പ്രസിദ്ധീകൃതമായിരുന്നത്. അത് 10 കൊല്ലം മാത്രം പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പത്രം ശരിക്കും നമ്മൾ ഇന്ന് ഓർക്കുന്നതിൻ്റെ കാരണം അതാണ് വക്കം മൗലവി. വക്കം മൗലവി വലിയ ധനാഢ്യനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു. മുസ്ലിം സമുദായത്തിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ആദ്യമായിട്ട് ആ സമുദായത്തിൽ ഒരു പരിഷ്കർത്താവായി വന്ന ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം മുസ്ലിങ്ങളുള്ള സ്ഥലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പഠിക്കാനായി അറബി പഠിപ്പിക്കാനായിട്ട് അന്നത്തെ തിരുവിതാംകൂർ സർക്കാർ അതിന് അനുവാദം കൊടുക്കുന്നു. അവിടെയെല്ലാം മൗലവിയുടെ നേതൃത്വത്തിൽ പരീക്ഷ നടത്തുമ്പോൾ പോലും അത് പരീക്ഷയ്ക്ക് മാർക്കിടുന്നത് പോലും മൗലവി നോക്കിയിട്ടായിരുന്നു എന്നാണ്. അത്രമാത്രം ഒരു സമുദായ ഉദ്ധാരകൻ ആയിരുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ട് മാത്രം ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹം ആദ്യമായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു. നാരായണ ഗുരുസ്വാമിയുടെ അദ്ദേഹത്തിന് അടുത്തറിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളാൽ പ്രചോദിതനായിരുന്നു. ഇങ്ങനെ ഒരു തനിക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഈ കുറേ മാസികകളും പത്രങ്ങളുമൊക്കെ കൂടാതെ അദ്ദേഹം നടത്തിയിരുന്നു. ഓരോന്നും നഷ്ടത്തിലും മറ്റും അവസാനിക്കുകയും വലിയ ഭൂസ്വത്തുള്ള ഈ മനുഷ്യൻ്റെ സ്വത്തുകളെല്ലാം വിറ്റ് ക്ഷയിച്ച് വളരെ മോശമായൊരവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഏതാണ്ട് 60 വയസ്സിനടുത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ കാലഘട്ടത്തിനിടയിൽ ഒരു ഇത്രമാത്രം കൃത്യമായിട്ട് ഒരു ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ട് സമരം ചെയ്തിരുന്ന ഒരു വ്യക്തി നമ്മൾ അത് വേണ്ടത്ര അദ്ദേഹം അറിയാതെ പോവുക എന്ന് പറയുന്ന അപരാധമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലമുറയ്ക്കുള്ളത്.
അതിനൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ വക്കം മൗലവി ഫൗണ്ടേഷൻ വളരെ ആദരണീയമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുതുക്കുന്ന പരിപാടികളും അദ്ദേഹത്തെ ഓർമ്മിക്കുക മാത്രമല്ല അദ്ദേഹത്തെ പഠിക്കുകയും അദ്ദേഹം എന്തൊക്കെയാണ് സമുദായത്തിന് വേണ്ടിയും തിരുവിതാംകൂറിലെ ജനതയ്ക്ക് വേണ്ടിയും ചെയ്തിട്ടുള്ള അതുവഴി കേരളത്തിന് തന്നെ ചെയ്തിട്ടുള്ള സേവനങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ആ രംഗത്ത് പ്രവർത്തനം നടത്തുന്നത് വളരെ മാതൃകാപരമാണ് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം. ഇതാദ്യമായിട്ടല്ല ഞാൻ ഇവിടെ പങ്കെടുക്കുന്നത്, രണ്ടാമത്തെ തവണയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം ആദരവർഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വേണ്ട രീതിയിൽ ഓർമ്മിക്കുന്നു, വേണ്ട രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുന്നു. അത് ചരിത്രത്തിലൂടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ട് അങ്ങനെ മറക്കപ്പെടാനുള്ളതല്ല, മറിച്ച് നമ്മൾ വരും തലമുറകൾ കൂടി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെപ്പറ്റി അറിയണം. ഒരു സമുദായത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ചിന്തകൾ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചത് ഈ നമ്മുടെ നാട്ടിലെ ജനതയ്ക്കിടയിൽ തന്നെ മൊത്തം പ്രചരിപ്പിക്കാനാണ്. എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുസ്ലിം സമുദായത്തിൽ തന്നെ അതിലെ യാഥാസ്ഥിതികർ അദ്ദേഹത്തിനെ എതിർക്കുകയും അദ്ദേഹം പ്രചരിപ്പിച്ച പല പരിഷ്കാരങ്ങൾക്കും എതിർത്ത് നിൽക്കുകയൊക്കെ ഉണ്ടായി. അതിനൊക്കെ നേരിട്ടും അതിനപ്പുറം കടന്നും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്ഥൈര്യം ഉണ്ടായിരുന്ന ഒരു മഹാവ്യക്തിയാണ് ശ്രീ വക്കം മൗലവി. അദ്ദേഹത്തിൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും നമ്മുടെ എന്ന് മാത്രമല്ല തിരുവിതാംകൂറിൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിനെ നാട് കടത്തിയത് പിന്നെ അച്ചടി യന്ത്രങ്ങളെല്ലാം പിടിച്ചെടുത്ത് കണ്ടുകെട്ടി പിന്നെ പത്രാധിപരെ നാട് കടത്തിയൊക്കെ ചെയ്ത ഒരു സത്യമാണെങ്കിൽ പോലും അതിന് മറ്റു കാരണങ്ങളിലൂടെയുണ്ട്. അത് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് ഈ ഭരണത്തിൽ നടന്നിരുന്ന ചില ആളുകൾ എപ്പോഴും ഭരണം നടത്തുന്നവരുടെ ചുറ്റും ഒരു വലയം ആളുകൾ വരും. അവരൊക്കെ ഉണ്ടാക്കിയ ആ ദൂഷിത വലയത്തിനെതിരായിട്ടാണ് കൃത്യമായിട്ടും ശ്വേതാഭിമാനി അദ്ദേഹത്തിൻ്റെ എഡിറ്റോറിയൽ എഴുതുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു. സാധാരണഗതിയിൽ ഇന്ന് നമുക്കറിയാം ഏതെങ്കിലും പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതുന്ന ആളിന് വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല, പത്രത്തിൻ്റെ ഉടമയുടെ സ്വാതന്ത്ര്യമാണ് സാധാരണഗതിയിൽ നമ്മൾ പത്രസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതല്ല, ശരിക്കും പത്രാധിപർക്ക് അതിന് പൂർണ്ണമായ സ്വാതന്ത്ര്യം കൊടുത്ത് തീർച്ചയായിട്ടും താൻ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഈ സ്വതന്ത്രമായിട്ടുള്ള പരിഷ്കാരവും അതിൻ്റെ പ്രവണതകളും ഒക്കെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം കൃത്യമായിട്ട് വിശ്വസിച്ചിരുന്നതാണ്. അങ്ങനെയുള്ള ഒരു വലിയ ഒരു മഹാവ്യക്തിയുടെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ 90-ാം ജന്മദിനത്തിൽ നമ്മൾ ആചരിക്കുന്ന ഈ സമയത്തിൽ നമ്മൾ ഓർക്കുന്നത് വളരെ 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 ഉചിതമാണ്. അദ്ദേഹത്തിനെ പറ്റി ഈ ദിവസങ്ങളിൽ നടക്കുന്ന പഠന ശിബിരങ്ങളും മറ്റും വളരെ വളരെ ശ്ലാഘനീയമാണ്. എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. സുഹൈർ സാഹിബിന് ഏതാനും കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അദ്ദേഹം ഒരിക്കൽ കൂടി നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ ഡിജിറ്റൈസേഷൻ പ്രോജക്റ്റിൽ വർക്ക് ചെയ്ത പ്രധാനപ്പെട്ട 1-2 പേരുടെ പേര് കൂടെ സൂചിപ്പിക്കേണ്ടതായിരുന്നു. ഒമിഷന് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. ഒന്നാമതായി IBM USA വർക്ക് ചെയ്യുകയും ഇപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ആസിഫ് ബഹാവുദ്ദീൻ, ഡോക്ടർ സജിത ബഷീർ വേൾഡ് ബാങ്കിൽ അഡ്വൈസറായിട്ടുള്ള ഇവരാണ് ഇതിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിച്ചത്. ഈ പ്രോജക്റ്റ് കൺസീവ് ചെയ്ത് നടപ്പിലാക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി അതിന് അഹോരാത്രം പണിപ്പെട്ട ആൾക്കാരാണ്. അതുകൂടാതെ അതിൻ്റെ കൂടെ an array of young volunteers, സെറീന ഹിഷാം, ഫാത്തിമ സുഹൈർ, ഓഫീസിലുള്ള സ്റ്റാഫായിട്ടുള്ള അഷ്റഫ്, ലക്ഷ്മി, അശ്വതി, റെജിൻ, ഇവരെല്ലാം ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആൾക്കാരാണ്. പിന്നെ ഇതിൻ്റെ മോട്ടിവേറ്റേഴ്സായി പ്രവർത്തിച്ച ദാമോദരൻ സാറ്, യൂനുസ് സാർ ആൻഡ് സി റഹീം, അവർക്ക് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇറ്റ്സ് എ വെരി ബിഗ് പ്രോജക്റ്റ്. അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, അതിൻ്റെ വളരെ പ്രയോജനപ്രദമാകും എന്ന് വിശ്വസിക്കുകയാണ്. താങ്ക് യു. ഡോക്ടർ എ ജമീല ബീഗം ആശംസാ പ്രസംഗം നടത്തുകയാണ്. മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കും. Esteemed stalwart, Shri Adur Gopalakrishnan, sir, the chairperson of Waqf Maulavi Foundation, Shri A. Suhair,
and other dignitaries on the dais. It is a rare privilege and a pleasure to be here today at this function where a web portal of Waqf Maulavi publication is being launched. I add my words of appreciation to the work that this foundation has been doing. As Dr. Kayangulam Yunus sir has said, I have associated myself with this foundation for a very long time. And I must say I appreciate the hard work that has been done during the last, say, 20 years since Dr. Kareem took over as the chairperson of this foundation. And Dr. Kareem was my teacher, so he used to call me here off and on, and I used to be a constant visitor to the Waqf Foundation. One of the things that I particularly would like to say at this point of time is that we are passing through a period of intense social fervor, intense social changes, and we need to make changes in our education, in our social behavior, in our social involvement, and how the news media carries it over to the large public. So in this respect, this foundation has a very significant role to play. I must say that the archiving of history that is going to be done is something that is very laudatory, because our generation would soon pass away. The last generation have left their mark in society. And Waqf Maulavi was one of those pioneering figures, not only in journalism, but also in the social work and the social reformation and renaissance of Kerala. So archiving his memory is archiving his publications, his editorials, his writings, his photographs. Very soon, when we all pass away, a younger generation will come in who will know nothing about this unless it is documented and preserved. I'm very happy that the Waqf Maulavi Foundation has thought about launching this web portal. So a big congratulations and my felicitations to the Waqf Maulavi Foundation. I would also like to felicitate at this point my friend and colleague of the University of Kerala, Dr. J. Prabhash, who was the former Pro-Vice Chancellor of the university, who is now a recipient of the Kerala Sahitya Award. Congratulations to you, Dr. Prabhash. Sri Palyara Sridharan has distinguished himself with 150 publications in children's literature. When I read what was here in this notice, I thought he was writing fantasy, he was writing stories and fables for children. But I stand corrected when at the welcome that Professor Kayangulam Yunus said it is more into the grammar of the language and how for children, language can be made appealing. I would also like to suggest to the institute, of which he is the director, that more and more works that children read, understand, and are able to imbibe moral values from that should be documented and should be done at the Children's Institute. So congratulations to you two on this achievement. Dr. G.P. Krishnamohan, who is the scientist in the group, because Dr. Prabhash is a political scientist, and we have Palyara Sridharan, who is a writer. It is G.P. Krishnamohan who has done a very good, I think, work in developing a software which is called DJ Mole. I wonder why he named it DJ Mole.
Maybe when he is talking to us, he will tell us why it has been named like that. So congratulations to you too, Dr. G.P. Krishnamohan. So with these words and a big congratulations to the Vakam Maulavi Foundation, I thank the organizers for having invited me to this function. Thank you. നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നവർക്കുള്ള പുരസ്കാര സമർപ്പണമാണ്. ബഹുമാനപ്പെട്ട അടൂർ സാറിൽ നിന്ന് പുരസ്കാരത്തിന് അർഹരായ ഡോക്ടർ ജയപ്രഭാഷ്, ശ്രീ പള്ളിയറ ശ്രീധരൻ അവർ, ഡോക്ടർ G.P. കൃഷ്ണമോഹൻ എന്നുള്ള ആ ഓർഡറിൽ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. ആദ്യം ഡോക്ടർ ജയപ്രഭാഷ് അവർ അടൂർ സാറിൽ നിന്ന് പുരസ്കാരം സ്വീകരിക്കുന്നു. അടുത്തത് ബഹുമാനപ്പെട്ട പള്ളിയറ ശ്രീധരൻ മാഷ്. അടുത്തത് ഡോക്ടർ G.P. കൃഷ്ണമോഹൻ. മറുപടി പ്രസംഗങ്ങളാണ്. ആദ്യം ഡോക്ടർ ജയപ്രഭാഷ് അവർ. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതിനേക്കാൾ ഒരു വലിയ അംഗീകാരമായി ഞാൻ ഈ വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ ആദരവിനെ കണക്കാക്കുന്നു. അവാർഡും ആദരവും ഉള്ള എല്ലാം തരപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പല രീതിയിൽ തരപ്പെടുത്തുന്ന കാലഘട്ടം. അപ്പോൾ അങ്ങനൊരു കാലഘട്ടത്തിൽ തരപ്പെടുത്താതെ കിട്ടുന്ന ആദരവ് സന്തോഷമാണ്, സന്തോഷം തരുന്ന കാര്യമാണ്. ചെറിയ സന്തോഷമല്ല, വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെ ഒരു ആദരവിന് പാത്രമായതിന്, അങ്ങനെ ഒരു ആദരവ് തരാൻ വക്കം മൗലവി ഫൗണ്ടേഷൻ തീരുമാനിച്ചതിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യ അക്കാദമി തന്ന അവാർഡിനേക്കാൾ വലിയ ഒരു അംഗീകാരമായി ഞാനതിനെ കണക്കാക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പള്ളിയറ ശ്രീധരൻ മാസ്റ്റർ. വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ, ലോകപ്രശസ്തനായ അടൂർ ഗോപാലൻ സാറിൽ നിന്ന് ഒരാദരവ് സ്വീകരിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അതിനെ ഇടയാക്കിയത് വക്കം മൗലവി ഫൗണ്ടേഷൻ ബന്ധുക്കളും ഈ ഫൗണ്ടേഷനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ സ്വദേശാനുമനി രാമകൃഷ്ണപിള്ള അന്ത്യവിശ്രമം കൊള്ളുന്നത് കണ്ണൂരിലാണ് എന്നുള്ളതുകൊണ്ട് അഭിമാനം സമർപ്പിച്ചുകൊണ്ട് ഈ ആദരവിന് കായംകുളം യൂനിസ് സാറിനോടും മറ്റ് പ്രമുഖ വ്യക്തികളോടും എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട ഡോക്ടർ G.P. കൃഷ്ണമോഹൻ. വക്കം മൗലവി ഫൗണ്ടേഷനും അതിൻ്റെ ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ സുഹൈർ സാറിന് ഞാൻ ആദ്യമായിട്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ ഈ സോഫ്റ്റ്വെയർ സമർപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ ഹിഷാം അബ്ദുൽ ഖാദർ സാറിനാണ്. അപ്പോൾ സാറിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കുറേ പേര് അധികം പേര് ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു പോയിൻ്റ് പറഞ്ഞ് അവസാനിക്കാം. സാറിനെ പറ്റി കുറേയധികം എനിക്ക് പറയാനുണ്ട്. സാറ് എന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ പഠിപ്പിക്കാതെ പല കാര്യങ്ങളും പാസ് ചെയ്ത ഒരു അധ്യാപകനായിരുന്നു ഹിഷാം സാർ. അപ്പോൾ ഞാൻ കുറേ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, ഞാനതൊന്നും ഇപ്പം പറയുന്നില്ല. അതിൽ 4 പോയിൻ്റുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. സാറിന് പല പ്രത്യേകതകളുണ്ട്. അതിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അധ്യാപകർ ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം സാറ്
വിജയത്തെപ്പറ്റി മാത്രമല്ല പറയുന്നത്, പരാജയത്തെപ്പറ്റിയും പറയാറുണ്ട്. സാറിൻ്റെ പരാജയം, സാറിൻ്റെ ഗവേഷണത്തിലുള്ള പരാജയം, സാറിൻ്റെ അധ്യാപനത്തിലുള്ള പരാജയം, ഇങ്ങനെ പരാജയങ്ങളെ പറ്റിയും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായിരുന്നു ഡോക്ടർ ഹിഷാം സാർ. ഇന്നത്തെ യുവ തലമുറയെ എടുത്ത് നോക്കുകയാണെങ്കിൽ ദേ ബ്രൂയിസ് വെരി ഈസിലി. അവർ പെട്ടെന്ന് തളർന്നു പോകും. ചെറിയൊരു തിരിച്ചടി ഉണ്ടാകുമ്പോൾ പോലും അവർ തളർന്നു പോകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്ന് മാതാപിതാക്കളും രണ്ട് അധ്യാപകരുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഹിഷാം സാറിനെ പോലെയുള്ള ഒരു അധ്യാപകൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇങ്ങനൊരു വേദി തന്നതിനും ഒരു പുരസ്കാരം തന്നതിനും ഞാൻ വളരെയധികം നന്ദി അറിയിച്ചുള്ളൂ. നമസ്കാരം. കേരള നിയമസഭയിൽ ഇന്ന് രാത്രി 9 മണി വരെ ബില്ലിൻ്റെ ചർച്ച നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഈ നവോത്ഥാന വാരത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ ഫംഗ്ഷനിൽ ഇവിടെ എത്തിച്ചേരാം എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് മുഖേന അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിങ്ങളോടുള്ള എല്ലാവരോടുമുള്ള അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ ഈ അസംബ്ലി ചർച്ചകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു നീക്കാൻ പറ്റത്തില്ല. വോട്ടിങ്ങുള്ള ചർച്ചയാണ് നടക്കുന്നത്. ബില്ലിൻ്റെ ചർച്ചയിൽ നിന്ന് അദ്ദേഹത്തിന് വിട്ടു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു പരിപാടിയിൽ തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങിനേക്കാൾ മുഖ്യമായ പരിപാടികളാണ് നാളെ മുതൽ ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ. ആദ്യത്തെ പ്രഭാഷണം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ജയപ്രകാശ് സാറിൻ്റേതാണ്. ഭാവി ഇന്ത്യയുടെ രാഷ്ട്രീയമെന്നാണ് വിഷയം. നമ്മൾ 4 മണിക്ക് എല്ലാ ദിവസവും ഈ ഒരാഴ്ച ഇവിടെ സമ്മേളിക്കുന്നു. നാളത്തെ പ്രഭാഷണവും അദ്ദേഹം 3/4 മണിക്കൂർ പ്രഭാഷണം, 15 മിനിറ്റ് നമുക്ക് അദ്ദേഹവുമായി സംവദിക്കാനുള്ള സമയമാണ്. എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നവരെല്ലാം ഇന്നത്തെ ഈ മഴയുടെയും കാലാവസ്ഥയുടെയും ഒക്കെ അവസ്ഥ പരിഗണിച്ച് നമ്മൾക്ക് താരതമ്യേന കുറഞ്ഞ സദസ്സാണ് ഇന്നുള്ളത്. നാളെ ഇതിലെല്ലാവരും കഴിയുന്നത്ര സുഹൃത്തുക്കളുമായി ഈ പരിപാടിയിൽ പങ്കെടുത്ത് നമുക്ക് വലിയൊരു വിജയമായി ഈ നവോത്ഥാന വാരാചരണത്തെ എത്തിക്കണം എന്നുള്ള പ്രതിജ്ഞയോടെ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുത്തതിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി നമ്മുടെ സ്വദേശാഭിമാനി യങ് ജേർണലിസ്റ്റ് ക്ലബിൻ്റെ ചുക്കാൻ പിടിക്കുന്ന കുമാരി വിശ്വലക്ഷ്മിയെ നന്ദി പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊള്ളും. നമസ്കാരം. വക്കം മൗലവി നവോത്ഥാന വാരാചരണ പരിപാടികളുടെയും 2021-22 വർഷത്തെ ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടന ചടങ്ങിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി നന്ദി അറിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ ധന്യമാക്കി തീർത്ത ബഹുമാനപ്പെട്ട ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സാറിനാണ്. അദ്ദേഹത്തിന് വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി ബഹുമാനപൂർവ്വം അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കുന്നത് അസംബ്ലിയിലെ തിരക്കുകൾ മൂലം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് എത്തിച്ചേരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബഹുമാനപ്പെട്ട കേരള സാംസ്കാരിക മത്സ്യബന്ധന യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവർകൾക്കാണ്. അദ്ദേഹത്തിനും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ബഹുമാന്യനായ പ്രസിഡൻറ്റും ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ VK ദാമോദരൻ സാറിനാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തുന്നത് ഈ പരിപാടിയിൽ സ്വാഗത പ്രസംഗം അവതരിപ്പിച്ച വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് സെക്രട്ടറി ഡോക്ടർ കായംകുളം യൂനിസ് സാറിനാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ AK സുഹൈർ സാറിനാണ് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്. സ്വദേശാഭിമാനി യങ് ജേർണലിസ്റ്റ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നതും ഞങ്ങൾക്ക് നേതൃത്വം തരുന്നതും അദ്ദേഹമാണ്. അദ്ദേഹത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കേരള സർവകലാശാല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് കനേഡിയൻ സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ A ജമീല ബീഗം മാഡത്തിനാണ് അടുത്തതായി നന്ദി അറിയിക്കുന്നത്. മാഡത്തിനും വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ പേരിലുള്ള നന്ദി ബഹുമാനപൂർവ്വം അറിയിക്കുന്നു. അടുത്തതായി നന്ദി അറിയിക്കേണ്ടത് മറുപടി പ്രസംഗങ്ങൾ അവതരിപ്പിച്ച വരും ദിവസങ്ങളിൽ പ്രഭാഷണങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ബഹുമാന്യരായ ഡോക്ടർ J പ്രകാശ്, ശ്രീ പള്ളിയറ ശ്രീധരൻ, ഡോക്ടർ GP കൃഷ്ണമോഹൻ എന്നിവർക്കാണ് ബഹുമാനപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്ത ഏവർക്കും ബഹുമാനപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് വരും ദിവസങ്ങളിലും നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട്
ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.